സാമൂഹ്യ മാധ്യമങ്ങളിലെ ചില പ്രചാരണങ്ങൾ പാമ്പ്ലാനി പിതാവ് ബി.ജെ.പിയുമായി എന്തോ രഹസ്യധാരണയുണ്ട് എന്നും പിതാവിന്റെ പ്രസ്താവന എൽ.ഡി.എഫിന് മാത്രമേ ഗുണം ചെയ്യുകയുള്ളൂ എന്നുമാണ്. അതിന് കാരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് ക്രിസ്ത്യാനികളിൽ ഒരു വിഭാഗത്തിന് തോന്നുന്ന ബി.ജെ.പി സ്നേഹം മുസ്ലിങ്ങളെ മൊത്തമായി എൽ.ഡി.എഫിനോട് അടുപ്പിക്കുമെന്നാണ്. അതേ സാധ്യത തിരിച്ചുമുണ്ടായിരിക്കെ അതുവഴി ഹിന്ദുക്കളിൽ വലിയൊരു വിഭാഗം ബി.ജെ.പി പക്ഷത്തേക്ക് ഒരുമിച്ച് കൂടാനുള്ള സാധ്യതയുമുണ്ടെന്ന് ഇവർ ബോധപൂർവ്വം വിസ്മരിക്കുന്നു. മറ്റൊരു ആരോപണം, ക്രിസ്ത്യാനികളെ വിശ്വാസത്തിലെടുക്കുന്ന ബി.ജെ.പിക്കാർ സീറ്റ് ലഭിക്കുന്നില്ലെങ്കിൽ പിന്നെ ഒരിക്കലും ക്രിസ്ത്യാനികളോട് അടുക്കില്ല എന്നുമൊക്കെയാണ്. എന്നാൽ ബി.ജെ.പിയുടെ നിലവിലുള്ള രാഷ്ട്രീയ പ്രതിസന്ധി എന്താണെന്ന് ഇക്കൂട്ടർ അവഗണിക്കുകയാണ്. ഹിന്ദു സമുദായത്തെ ഏകീകരിക്കാനും മലയാളികളുടെ സ്വീകാര്യത നേടിയെടുക്കാൻ ഉതകുന്ന നേതൃത്വത്തിന്റെ അഭാവവുമാണ് ബി.ജെ.പിക്ക് കേരള മണ്ണിൽ കളമുറപ്പിക്കാൻ കഴിയാതെ പോകുന്നത്. ക്രൈസ്തവരുടെ വോട്ടുകൊണ്ട് മാത്രം ബി.ജെ.പിക്ക് ജയം സാധ്യമല്ല എന്നത് പകലുപോലെ വ്യക്തമാണ്. രാഷ്ട്രീയ ജയപരാജയങ്ങളുടെ സാധ്യതകൾ കണക്കിലെടുത്താണ് അഭിവന്ദ്യ പിതാവ് ഇപ്രകാരം പറഞ്ഞതെന്ന് പറയുന്നവർ കർഷകരുടെ കണ്ണുനീര് കാണാത്തവരാണ്. അവർക്ക് കർഷകരുമായി യാതൊരു ബന്ധവുമില്ല. കർഷകരുടെ കണ്ണുനീര് കണ്ടിട്ടാണ് പിതാവ് ഇപ്രകാരം പറഞ്ഞത്. അത് സഭ എന്നും സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും അവഗണിക്കപ്പെട്ടവരുടെയും കൂടെയാണ് എന്നതിൻ്റെ കൂടെയുള്ള ഉറക്ക പ്രഖ്യാപനമാണ്. മറിച്ചുള്ള പ്രചാരണങ്ങൾ സാധാരണക്കാരിൽ ആശങ്കയും ഭീതിയും വളർത്താൻ മാത്രമാണ് പ്രയോജനപ്പെടുക. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇത്തരം പുതിയ വാദങ്ങൾ കർഷകരുടെ സ്വരങ്ങളെ അടിച്ചമർത്തലാണ്, അവർക്കായി ശബ്ദിക്കുന്നവരെയും നിശബ്ദരാക്കലാണ്. ഇനിയും ഒരിക്കൽ കൂടി ഇടതുഭരണം ആവർത്തിക്കപ്പെടുമോ എന്നത് മനമെടുത്ത സാധാരണക്കാരൻ്റെ പേടിസ്വപ്നമാണ്. മാറി മാറി വരുന്ന ഭരണകൂടങ്ങളല്ല സഭയെ ഇന്നുവരെ വളർത്തിയതും ഇപ്പോഴും മുന്നോട്ട് നയിക്കുന്നതും. മുഖം നോട്ടമില്ലാതെ സത്യസന്ധമായി കാര്യങ്ങൾ പറയാൻ സഭാ നേതൃത്വങ്ങൾ ആർജവം കാണിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. പാമ്പ്ലാനി പിതാവിനെ വിമർശിക്കുന്നവർ ഇക്കാര്യങ്ങൾ ഓർക്കുന്നത് നല്ലതാണ്.